ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. 22-ാം സങ്കീർത്തനം കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പറഞ്ഞ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും അനേകർക്ക് പ്രയോജനപ്രദമായി തീരുന്നു എന്നുള്ളത് അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ സങ്കീർത്തന പഠനത്തിൻ്റെ മറ്റൊരു വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 22-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ, മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ, മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. 22-ാം സങ്കീർത്തനം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ധ്യാനമായി നമ്മളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമതായി, യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ, വേദനകളിൽ അവൻ ഉരുവിടത്തക്കവണ്ണം വളരെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വിടുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു വലിയ സംവേദനത്തിൻ്റെ ശ്രേഷ്ഠമായ മാതൃകയാണ് ഈ 22-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഞാൻ വിളിക്കുമ്പോൾ നീ ഉത്തരമരുളുന്നില്ല എന്നൊക്കെ പരാതി തുളുമ്പുന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങുന്ന സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഒരു വലിയ സന്ദേശം നമുക്ക് പങ്കിട്ട് നൽകുകയാണ്. വീണ്ടും 6-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനം നൽകുന്നു. ദൈവം നിലവിളി കേൾക്കുന്നില്ല എന്നോ തന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നുമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. മനുഷ്യൻ്റെ ബലഹീനതയെപ്പറ്റിയും കുറവുകളെപ്പറ്റിയും ഒരു സ്വയം സാക്ഷ്യം അവിടെ നൽകുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഞാൻ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ, മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്ദിതനും തന്നെ. ദാവീദ് അങ്ങനെ പറയുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ വേദവാക്യം നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു മനുഷ്യൻ്റെ സ്വയം സാക്ഷ്യമാണ്. ദാവീദ് അപ്രകാരം പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഉപരി ജീവിതത്തിലെ അനുഭവങ്ങളിൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദൈവദാസന്മാർ പറഞ്ഞ വാചകം ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ എന്ന് ഒരു വിശ്വാസി, ഒരു വ്യക്തി പറയുമ്പോൾ അതിലൂടെ എന്തായിരിക്കും അർത്ഥമാകുന്നത്? ഒരു മനുഷ്യൻ ഞാൻ മനുഷ്യനല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകും. മനുഷ്യനും മൃഗജാലങ്ങളും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും ഒക്കെ കഴിവുള്ളവനാ മനുഷ്യൻ. മനുഷ്യൻ മനനം ചെയ്യുന്നവനാണല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അലങ്കാരമായ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഒരു പുഴുവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആകാരവും രൂപവും പ്രകൃതിയും ഒക്കെ വ്യത്യസ്തമാണ്. പുഴുവെന്നുള്ള പ്രയോഗം പലപ്പോഴും നമ്മൾ നിന്നയോടുകൂടി പറയുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഞാൻ മനുഷ്യനാണെന്ന് പറയുവാൻ തക്കവണ്ണം അഭിമാനിക്കുന്നവനാണ്. 2 കാലിൽ നടക്കുന്നു, നട്ടലുള്ളവനാണ്, തല കുനിക്കാത്തവനാണ്, പല ശക്തിയും ബലവും ഉള്ളവനാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ അവനവനെക്കുറിച്ച് തന്നെ അഭിമാനത്തോടെ പറയാറുണ്ട്. മനുഷ്യരൂപം പലവിധമായ രോഗങ്ങളാലോ ദുഃഖങ്ങളാലോ നഷ്ടപ്പെട്ടാലും മനുഷ്യനല്ല എന്ന് ഒരു വ്യക്തിയെപ്പറ്റി ആരും പറയുന്നില്ല. ഒരു മനുഷ്യനല്ല എന്ന്
പറയുന്നത് ഏറ്റവും വിപരീതാത്മകമായ അർത്ഥത്തിലായിരിക്കും. നമ്മളുടെ ചിന്തകന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് മനുഷ്യനെ മനുഷ്യനെന്ന്, സഹോദരനെ സഹോദരനെന്ന് തിരിച്ചറിയുന്നതാണ് കാഴ്ച എന്നാണ്. മനുഷ്യനെ തിരിച്ചറിയാത്തവന്, സഹോദരനെ തിരിച്ചറിയാത്തവന് കാഴ്ചയില്ല. സഹോദരനെ സ്നേഹിക്കാത്തവൻ അന്ധകാരത്തിൽ വസിക്കുന്നുവെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും മനുഷ്യനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇവിടെ മറ്റുള്ളവരാരുമല്ല പറയുന്നത്. മറ്റുള്ളവരാൽ നിന്ദിതനും അപമാനിതനുമായ ഒരു വ്യക്തി അവനെല്ലാം മറന്നു പറയുകയാണ്, ഞാൻ മനുഷ്യനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രതികൂല സാഹചര്യങ്ങളും ചുറ്റുവട്ടങ്ങളും ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന സാഹചര്യം. സമൂഹം പറഞ്ഞില്ലെങ്കിലും അവനവൻ തന്നെ അവനവനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമൂഹം. നമ്മൾ പലപ്പോഴും ഹൃദയംഗമായി പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം എടുക്കണം. അയ്യോ, ഞാൻ മനുഷ്യനല്ല, ഞാനൊരു പുഴുവത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ അവനവനെ തന്നെ നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത്. ആ ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ സംവിധാനങ്ങൾ മാറ്റപ്പെടുന്നു. ആത്മീക സംവിധാനങ്ങൾ, കുടുംബ സംവിധാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഇവയൊക്കെ മനുഷ്യൻ്റെ വില കൊടുക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ആലോചിച്ചു കൊള്ളണം, എത്രയോ പേര് കൊല്ലപ്പെടുന്നുണ്ട്. ജാതിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അനേകമാണ്. സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നവർ അനേകമാണ്. രാജ്യവിസ്തൃതിക്ക് വേണ്ടി കൊല്ലപ്പെട്ടവർ അനേകമാണ്. മനുഷ്യനുള്ള വില കൊടുക്കാത്തത് മൂലം, മറ്റുള്ളവർ തന്നെ മനുഷ്യനായി കരുതുന്നില്ല എന്ന് ചിന്തിക്കുന്നത് മൂലം നിരാശപ്പെടുന്നവർ അനേകരാണ്. പലപ്പോഴും പലരും പറയാറില്ലയോ, ഞാനും ഒരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യജീവിയാണ്, ചോരയും നീരുമൊക്കെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. നമ്മൾ പലപ്പോഴും പറയും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സ്വയം ന്യായീകരിക്കുവാനും തൻ്റേതായ സത്യം ഉയർത്തിക്കാണിക്കുവാനും ശ്രമിക്കുന്നവരുടെ ഇടയിലേക്ക് സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെ നമ്മളുടെ മനസ്സിനെ തുളച്ചു കയറുകയാണ്, മനസ്സിലേക്ക് തുളച്ചു കയറുകയാണ്. ഞാൻ മനുഷ്യനല്ല. മനുഷ്യനല്ല എന്ന് പറയുമ്പോൾ ചലനശേഷി നഷ്ടപ്പെട്ടവൻ ആയി മാറുകയാണ്, നേരെ നടക്കുവാൻ പറ്റാത്തവനായിട്ട് മാറുകയാണ്, സ്വത്വം നഷ്ടപ്പെട്ടവനായി മാറുകയാണ്, പ്രകാശവും വെളിച്ചവും നഷ്ടപ്പെട്ടവനായി മാറുകയാണ്, സ്വപ്നം കാണുവാനും ആലോചിക്കുവാനും കഴിവില്ലാത്തവനായി മാറുകയാണ്, ഹൃദയം തകർക്കപ്പെട്ടവനായി മാറുകയാണ്. അതെ, ഞാൻ മനുഷ്യനല്ല എന്നുള്ള സ്വരം ഇന്ന് പലയിടത്തും ഉയരുന്നുണ്ട്. ആദ്യം സമൂഹം പറഞ്ഞു, സംവിധാനങ്ങൾ പറഞ്ഞു, തത്വചിന്തകൾ പറഞ്ഞു, നീയല്ല, നീ കൃമിയത്രേ. പിന്നീട് അങ്ങനെ പഠിപ്പിച്ചു വിട്ട ആ സമൂഹത്തിൻ്റെ ഒരു പുതിയ തലം മനുഷ്യനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, നീയല്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ സംവിധാനം വളർന്നു വരികയാണ്. നീയല്ല എന്ന് പറയുന്ന ചിന്ത മനസ്സിനെ പലരുടെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആൺകുഞ്ഞിനെ പെൺകുഞ്ഞായും പെൺകുഞ്ഞിനെ ആൺകുഞ്ഞായും വേഷം കെട്ടി വളർത്തുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ തുടങ്ങുക. യു ആർ നോട്ട് യു, നീ ഇങ്ങനെയല്ല ആകേണ്ടത്, നീ ഞാൻ പറയുന്നത് പോലെ ആകണം. നിൻ്റെ വേഷവിധാനവും നിൻ്റെ ഭക്ഷണരീതികളും നിൻ്റെ പഠനങ്ങളും നിൻ്റെ പ്രാർത്ഥനാ രീതികളും ഭവന നിർമ്മാണങ്ങളും യാത്രകളുമൊക്കെ എന്നോട് ബന്ധപ്പെട്ടാകണം. ഇതൊക്കെ മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണല്ലോ ബഹുഭൂരിപക്ഷം പേരും. ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം. ഒരു വ്യക്തി പറയുന്നു, ഞാൻ മനുഷ്യനല്ല, ഞാനൊരു പുഴുവത്രേ. അങ്ങനെ പറഞ്ഞു വിട്ട, അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച ആ സംവിധാനത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം. കുടുംബജീവിതം നയിക്കുമ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ വീട്ടിലെല്ലാം നടക്കണം. ഭർത്താവ് ചിന്തിക്കും, ഭർത്താവിൻ്റെ ആശയഗതികളായിരിക്കണം.
പണം ചെലവാക്കുന്നതും യാത്ര ചെയ്യുന്നതും വീട് വയ്ക്കുന്നതും കുഞ്ഞുങ്ങളുടെ പഠനവും ഒക്കെ ഞാൻ പറയുന്നത് പോലെ ആകണം. ഭാര്യ പറയും അങ്ങനെയല്ല, അത് ഞാൻ പറയുന്നത് പോലെ ആകണം. അവർ രണ്ടുപേരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി പിള്ളേർ മറ്റൊരു തലത്തിലേക്ക് പോകും. ഇത് കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടു വളരുന്ന തലമുറ വേറൊരു തലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. പ്രതികരിക്കുവാൻ പറ്റാത്ത ചില സമൂഹങ്ങളുണ്ട്. ഓരോ വീടുകളിലും അടിച്ചമർത്തപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം. അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുന്നു. ജീവിത പങ്കാളിയായ പുരുഷൻ ആശയങ്ങളില്ലാത്തവനായി മാറുന്നു. അവൻ സമ്പാദ്യങ്ങൾ നേടിക്കൊടുക്കുന്നവനും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവനും തൻ്റെ മനസ്സിലെല്ലാം അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നവനുമായി മാറുന്നു. അതൊരു പ്രശ്നമാണ്. മാസം തോറും അവൻ അയക്കുന്ന പണം മാത്രമേ പലരും ചിന്തിക്കുന്നുള്ളൂ. കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എങ്ങനെ ജീവിക്കുന്നു, ഉറങ്ങുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. 7-8 പേര് കഴിയുന്ന ഒറ്റ മുറിയിൽ, ഒരു ചെറിയ ഇടുക്ക് മുറിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മനസ്സിലും ഒരു ചിന്തയുണ്ട്, എൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ നന്നായിട്ട് കഴിയണം, സുരക്ഷിതമായിട്ട് കഴിയണം. അവനിവിടെ വലിയ വീടുകൾ വയ്ക്കും, വലിയ ലോൺ എടുത്ത് കടം വാങ്ങിച്ച് അവൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, പിള്ളേരെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും പങ്കുവെക്കാനും തുറന്നു പറയാനും ഇല്ലാതൊരു പ്രത്യേക തരത്തിലോട്ടാണ് മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം ഈ ഒരു സാഹചര്യം അതിജീവിക്കുന്നത്. ഭർത്താവിന് ജോലി, പിള്ളേർക്ക് ജോലി, ബന്ധുമിത്രാദികൾ, യാത്രികർ, അങ്ങനെ എല്ലാ രീതിയിലും ഓടി നടക്കുന്ന ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ അടുക്കളക്കാരിയായിട്ട് മാത്രം മാറ്റപ്പെടുകയാണ്. അവളുടെ ഭർത്താവിൻ്റെ അടിച്ചമർത്തൽ, അവളുടെ മക്കളുടെ നിർബന്ധ ബുദ്ധികൾ, ബന്ധുമിത്രാദികളുടെ ഭരണം, അയൽവാസികളുടെ പുച്ഛം, ഇതെല്ലാം കൊണ്ട് അഭിപ്രായങ്ങളില്ലാത്ത ഒരുപാട് സ്ത്രീജനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പഴയ കാലത്ത് നമ്മൾ പറയും രാജാക്കന്മാർ അടിച്ചമർത്തുന്നതിനെക്കുറിച്ച് പറയും. ഇന്ന് ഭർത്താക്കന്മാരുടെ ജീവിതചര്യകളിൽ മനം തകർന്ന സ്ത്രീകൾ, ഭാര്യമാർ, കുഞ്ഞുങ്ങളുടെ ജീവിതചര്യകൾ കൊണ്ട് തളർന്നുപോയ അമ്മമാർ. യഥാർത്ഥത്തിൽ പഴയ കാലത്ത് രാജാക്കന്മാരുടെ അടിച്ചമർത്തലിനേക്കാളും വലിയ അടിച്ചമർത്തലുകൾ നേരിടുന്ന അമ്മമാർ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. അവർക്ക് ശബ്ദമില്ല, ആലോചനയില്ല. അവരൊക്കെ ഇങ്ങനെ യാന്ത്രികമായി ജീവിക്കുകയാണ്. ഈ യാന്ത്രികമായി ജീവിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സിലെ ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയാണ്. ഒന്നും അവർക്ക് പങ്കുവെക്കാനില്ല. ഊണില്ല, ഉറക്കമില്ല, സമാധാനമില്ല. ഒരു സീരിയൽ വെച്ചാൽ പ്രശ്നം, ഒരു ഫോൺ വിളിച്ചാൽ പ്രശ്നം. എല്ലാം കൊണ്ടും അതിവേദനയിലായിരിക്കുക. മനുഷ്യനെന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. മറ്റു ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്കായിരിക്കാം പ്രശ്നം. അപ്പനും അമ്മയും നല്ല ജോലിക്കാരാണ്, സമർത്ഥരാണ്, ടെക്കികളാണ്, ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളോടൊന്നും മിണ്ടാൻ സമയമില്ല. അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സമയമില്ല. അവർക്ക് സംസാരിക്കുവാനും മിണ്ടുവാനും തക്കവണ്ണം ഒരുപാട് പുതിയ നൂതന മാധ്യമങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോണുകളുണ്ട്, ടാബുകളുണ്ട്, TV ഉണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, എല്ലാമുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ജീവിപ്പിക്കാൻ വേണ്ടിയാണ്, ശ്രേഷ്ഠരാക്കാൻ വേണ്ടിയാണ്. പക്ഷേ വികാരരഹിതരായി ഇന്ന് നമ്മുടെ തലമുറകൾ മാറ്റപ്പെടുകയാണ്. ചിരിക്കാൻ അറിയത്തില്ല, കരയാൻ അറിയത്തില്ല, അങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. ചോദിക്കുന്നതിന് മറുപടിയില്ല. ഒറ്റ വാക്കിലുള്ള ഒരു യേസെന്ന് പോലും പറയാനുള്ള താല്പര്യമില്ല. വെറും മൂളലും ഞരങ്ങലും മാത്രമാണ്. മറ്റുള്ളവരെ അതിജീവിക്കാൻ തക്കവണ്ണം മനസ്സില്ലാതെ പോകുകയാണ്. ബാംഗ്ലൂർ പോലെയുള്ള പല നഗരങ്ങളിലും ഇപ്പോൾ പുതിയ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സോംബികളെ സൂക്ഷിക്കുക. സോംബികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് മോഡേൺ ജനറേഷനോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. മനുഷ്യരുമല്ല, മൃഗങ്ങളുമല്ല, വികാരമില്ലാത്ത, ഒരുപക്ഷെ മനുഷ്യരെ പോലും ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ഒരു പ്രത്യേക രൂപരഹിതരായ വ്യക്തിത്വങ്ങൾ. അവർക്ക് സൗന്ദര്യമില്ല, ചോര കുടിക്കുന്നവർ, മറ്റൊന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാത്തവർ. അങ്ങനെ സോംബികളെക്കുറിച്ച് ഒരുപാട് ഫിക്ഷൻസ് ഉണ്ട് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം. പക്ഷേ മോഡേൺ സോംബീസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല.
തല ഉയർത്താതെ, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാതെ, റോഡിലൂടെ പോയാലും മൊബൈൽ മാത്രം നോക്കിക്കൊണ്ട്, മൊബൈൽ മാത്രം വിളിച്ചുകൊണ്ട്, ചുറ്റുവട്ടത്തിൽ നടക്കുന്നതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് തന്നെ അറിയാം, ഏതെങ്കിലും ഒരു യാത്ര ചെയ്താൽ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. താൻ ചെയ്യുന്നതും പറയുന്നതും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടൊരു പ്രത്യേക ലോകത്തിലായിരിക്കുന്ന മോഡേൺ സോംബീസ് ഒത്തിരി ഇന്നുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഭയമാണ്. മനുഷ്യരെന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്ന് മാറിപ്പോകുക. മനുഷ്യൻ ഇന്നൊരു റോബോട്ട്സുകളായിട്ട് മാറ്റപ്പെടുകയാണ്. വികാരമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, അനുഭവങ്ങളില്ലാത്ത, ഭക്തിയില്ലാത്ത ഒരു കൂട്ടമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദ് പറയുകയാണ്, ചില പ്രത്യേക സാഹചര്യത്തെ വെച്ചുകൊണ്ട്, ഞാൻ മനുഷ്യനല്ല ഒരു കൃമിയത്രയെന്ന്. ഇന്ന് മനുഷ്യനല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അവൻ ഉപദ്രവിക്കപ്പെടുന്ന, ചെയ്യുന്ന ദോഷങ്ങൾ മാത്രമല്ല, അവൻ്റെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അനുവർത്തിക്കുന്ന ചില തലങ്ങൾ മൂലം മനുഷ്യനല്ലാതായി മാറുകയാണ്. ഞാൻ മനുഷ്യനല്ല ഒരു പുഴുവത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഞാൻ മനുഷ്യനല്ല എന്ന് പറയുന്നവനെ എങ്ങനെ മനുഷ്യനാക്കാൻ പറ്റും? തിരിച്ചു കൊണ്ടുവരണം. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. സമ്പാദ്യങ്ങൾക്ക് മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. സമ്പത്ത് മാത്രമല്ല ജീവിക്കാൻ വേണ്ടത്. ജീവിക്കാൻ സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ പറ്റത്തില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായ ചില കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർത്തോണം, ഓരോ സമയത്തും കഴിക്കുന്നത് വിവിധങ്ങളായ ഭക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ വേറെ വേറെയാണ് കഴിക്കുന്നത്. എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. ദാഹം വരുമ്പോൾ ചോറല്ല കഴിക്കേണ്ടത്. ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കണം. വിശപ്പ് വരുമ്പോൾ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, ഭക്ഷണം തന്നെ കഴിക്കണം. എന്നതുപോലെ പ്രിയമുള്ളവരെ, മനുഷ്യന് ആവശ്യമുള്ളതൊക്കെ വേണം. പണം കൂട്ടിവെച്ചാൽ പണം കൊണ്ട് വിശപ്പ് മാറത്തില്ല, പണം കൊണ്ട് ഉറക്കം വരത്തില്ല, പണം കൊണ്ട് സമാധാനം കിട്ടത്തില്ല. അതൊക്കെ പ്രയോജനപ്രദമായി ഉപയോഗിക്കുമ്പോഴേ മനുഷ്യനെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് വില വരത്തുള്ളൂ. മനുഷ്യനല്ല എന്ന് ഒരുവനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇനി മനുഷ്യനാകാൻ എന്തൊക്കെ ചെയ്യണം? നമുക്ക് ഒറ്റ വാക്കി പറയാം, നീ മനുഷ്യത്വമുള്ളവനാകണം. മനുഷ്യത്വമുള്ളവനാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവനോട് നീ മനുഷ്യത്വം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, മനുഷ്യരെ അല്ല. അവൻ പക്ഷേ പറയുന്നില്ല. ഇവിടെ ദാവീദ് പ്രതിസന്ധിയും പ്രയാസവും വന്നപ്പോൾ, നൊമ്പരം വന്നപ്പോൾ, അതിവേദന വന്നപ്പോൾ, അതുപോലെയുള്ള അടിച്ചമർത്തൽ വന്നപ്പോൾ ഞാൻ മനുഷ്യനല്ല എന്ന് സ്വന്തമായിട്ട് പറഞ്ഞു. ഇന്ന് വേദനകളൊക്കെ വരുമ്പോൾ മനുഷ്യൻ അവനല്ലാതായി മാറി, പക്ഷേ അത് തിരിച്ചറിയുന്നില്ല. മൃഗത്തെക്കാളും താഴത്തെ ലെവലിലേക്ക് പോകുകയാണ്. വന്യമൃഗങ്ങൾക്ക് പോലും അതിൻ്റെ കാട്ടുനീതിയുണ്ട്. നമ്മൾ പറയും കാട്ടുനീതി എന്ന് പറയും. ആ കാട്ടിലും ഒരു നീതിയുണ്ട്. ഇന്ന് നീതിയുടെ ചിന്താധാരകൾ ഇല്ലാതെ പോകുന്നത് മനുഷ്യവർഗത്തിനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ കരയാതിരിക്കുവാണ്, ഹൃദയത്തിൽ ചിരിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഒരുവൻ്റെ ഒരു നൊമ്പരം നമ്മളോട് പങ്കുവെക്കുമ്പോൾ 10 പേരോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇവനിത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യരല്ലാതായി മാറ്റപ്പെടുകയാണ്. ഹൃദയത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ആർദ്രത നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മനുഷ്യരല്ലാതായി മാറ്റപ്പെടുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ള സൂഫി ഗുരുവിൻ്റെ ഒരു വാചകം ഇപ്രകാരമാണ്: എൻ്റെ ഒരു പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനാ വിഷയമുണ്ടാകണം. എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, ലോകത്തിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട പ്രാർത്ഥന ആവശ്യമുള്ളവൻ്റെ എല്ലാം പ്രാർത്ഥനാ വിഷയമുണ്ടാകണം. എൻ്റെ ഒരു തുള്ളി കണ്ണുനീരിൽ ലോകത്തിൽ കരയുന്നവൻ്റെയൊക്കെ കണ്ണുനീരിൻ്റെ അംശമുണ്ടാകണം. എൻ്റെ മാത്രം കണ്ണുനീരല്ല. എൻ്റെ ഒരു പുഞ്ചിരിയിൽ ഞാൻ മാത്രം അട്ടഹസിക്കുന്ന സ്വാർത്ഥതയുടെ പുഞ്ചിരിയല്ല തെളിയേണ്ടത്. ഈ ലോകത്തിൽ ചിരിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകണം. യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത് അതാ. യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് അതാ. വീണ്ടും നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുക, വാക്യത്തിലേക്ക് വരിക. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴു അത്രേ. ഞാൻ നേരത്തെ പറഞ്ഞു പുഴുവിൻ്റെ പ്രത്യേകത. പുഴു നേരെ നടക്കുന്നില്ല. പുഴുവിന് കാലുകൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി കാലുണ്ടെങ്കിലും നേരെ നടക്കാൻ പറ്റുന്നില്ല.
അതിൻ്റെ ശരീരപ്രകൃതി വേറെ. മനുഷ്യന് 2 കാലേ ഉള്ളൂ. അവന് നട്ടെല്ലുണ്ട്, അവൻ നേരെ നടക്കും. പക്ഷേ പുഴുവിന് കാലൊത്തിരിയുണ്ട്, പക്ഷെ നട്ടെല്ലില്ല. ശരീരത്തിന് ഘടന കൊടുക്കുന്ന ഒരു വെർട്ടിബ്ര അതില്ല. നമ്മൾ പലപ്പോഴും പറയാറില്ലയോ, നട്ടെല്ല് കൊണ്ട് എവിടെ പണയം വെച്ചേക്കുവാൻ ചോദിക്കാറില്ലയോ? പലപ്പോഴും പലരോട് ചോദിക്കാറുണ്ട്, എവിടെയാണ് കൊണ്ട് വെച്ചേക്കുന്നത്, ഏത് ലോക്കറി കൊണ്ട് വെച്ചേക്കുവാന്ന് ചോദിക്കും. കളിയാക്കി ചോദിക്കുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഒത്തിരി കാലുണ്ടായിട്ട് കാര്യമില്ല. പുഴുവിൻ്റെ പ്രത്യേകതയാണ് ഒത്തിരി കാലുണ്ട്, നട്ടെല്ലില്ല. മനുഷ്യനെ സംബന്ധിച്ച് 2 കാലേ ഉള്ളൂ, പക്ഷെ നട്ടെല്ലുണ്ട്. ഇത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം, പഠിക്കണം. എൻ്റെ ദൈവമേ, ഇന്ന് ചില അവയവങ്ങളൊക്കെ നമുക്ക് കൂടിയേക്കുവായി. പുഴുവത്രയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഓർത്തോണം, ചില അവയവങ്ങൾ കൂടി, ആവശ്യമുള്ളതില്ല. ആവശ്യമില്ലാത്ത ഒത്തിരി ചില കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്കിന്ന് ഓർത്തോണം, ചെറുപ്രായം തൊട്ട് തന്നെ അറിവ് ഒത്തിരി നമ്മൾ നേടുന്നുണ്ട്. പഴയകാലത്ത് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത സുഖസൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഭൗതിക സന്തോഷത്തിനുള്ള മാർഗങ്ങൾ ഒത്തിരി നേടുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരോടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം, സംസാരിക്കാം, നല്ല രീതിയിലും മോശമായ രീതിയിലും ഇടപെടാം, വികാരപരമായി ഇടപെടാം. ഇതിനെക്കുറിച്ചൊന്നും ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഏകലോകം എന്ന് പറയുന്ന ഭാവന, വൺ വേൾഡ് എന്ന ചിന്ത പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആഴമോ ഈ രീതിയിൽ ഇങ്ങനെ സാധിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഗ്രാമം, എൻ്റെ പട്ടണം, എൻ്റെ സംസ്ഥാനം, ജില്ല, രാജ്യം, ഇതൊക്കെ കടന്നുപോയി. ഇരിക്കുന്നിരിപ്പില്ല നമുക്ക് വിശാലമായ രാജ്യം കടക്കാൻ 3 മണിക്കൂർ പോലും വേണ്ട. കേരളത്തിലിരിക്കുന്നവന് സൗദി അറേബ്യയിലെത്താൻ കഷ്ടിച്ച് 3 മണിക്കൂർ, 3.5 മണിക്കൂർ മതി ഫ്ലൈറ്റിൽ പോയാൽ. അത്രയും പോലും വേണ്ട. അതിനു മുൻപ് തന്നെ നമ്മുടെ രാജ്യാതിർത്തി കിടക്കും. അപ്പോൾ അത്ര വിശാലമായിട്ട് കിടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വേണ്ടുന്നത് പലപ്പോഴും നമുക്കില്ല, വേണ്ടാത്തതൊക്കെ ഒത്തിരി ഉണ്ട് താനും. ഈ വേണ്ടാത്തത് ഒത്തിരി കൂടുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? മനുഷ്യൻ പുഴുവിന് തുല്യനാകുക. ഞാൻ പറഞ്ഞു, പുഴുവിന് കാലുകൾ ഒത്തിരി ഉണ്ടെങ്കിലും നട്ടെല്ലില്ല. ഇന്നതുപോലെ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചോണം. സംസാരിക്കാനുള്ള ശേഷി കൂടുതലാണ്, ചതിക്കാനുള്ള ശേഷി കൂടുതലാണ്, വഞ്ചിക്കാനുള്ള മനസ്സ് വർദ്ധിച്ചു വരുന്നുണ്ട്, സമ്പത്തും ഒത്തിരിയുണ്ട്. പ്രിയമുള്ളവരെ, ന്യായീകരിക്കാനും സമ്പന്നനാകാനും അശുദ്ധിയിൽ ജീവിക്കാനും ചതിക്കാനുമൊക്കെയുള്ള കഴിവ് വർദ്ധിച്ചു വരുമ്പോൾ ഒരു മനുഷ്യനും മനുഷ്യനായി ജീവിക്കാനുള്ള ആ ഒരു ശേഷിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ആ ഒരു ബലമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു പുഴുവിനെ പോലെ നട്ടലില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. വീണ്ടും അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഞാൻ മനുഷ്യനല്ല, ഒരു പുഴുവത്രയെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പഠിപ്പിക്കുമ്പോഴാണ് പുഴുവിൻ്റെ മറ്റൊരു ജീവിത തലത്തെക്കുറിച്ചുകൂടി പറയുകയാണ്. എല്ലാ പുഴുക്കളും പുഴുവായിട്ടിരിക്കുന്നില്ല. ചില പുഴുക്കളൊക്കെ ചിത്രശലഭങ്ങളാകുന്നുണ്ട്, പറവകളാകുന്നുണ്ട്. അപ്പോൾ അതിന് പക്ഷേ അതിൻ്റേതായ ചില പ്യൂപ്പ സ്റ്റേജിലൂടെ കടന്നു പോകണം. ചിത്രശലഭത്തിൻ്റെ ശലഭങ്ങളുടെ മുട്ട അത് വിരിയണം, പ്യൂപ്പ സ്റ്റേജിലാകണം, ആ സമയത്ത് അനുഭവിക്കുന്ന വേദനകളൊക്കെ സഹിക്കണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ പ്യൂപ്പ പൊട്ടി അത് ചിത്രശലഭമായി വെളിയിലേക്ക് വരും. അതിനു മുൻപ് വെളിയിലോട്ട് ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ശലഭമാകുന്നില്ല. ആയതുപോലെ ഞാൻ മനുഷ്യനല്ല, ഒരു പുഴുവത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അതിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു ചിന്താധാര അതാ. ആധുനിക ലോകത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ധാര, ഒരു ധ്യാനം. എൻ്റെ ദൈവമേ, മനുഷ്യനാണെന്നും പറഞ്ഞ് ഞാൻ ഒത്തിരി അഹങ്കരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഭക്തൻ നമ്മൾക്ക് ഒരു വലിയ ചിന്താധാര തുറന്നിട്ട് തരികയാണ്. എൻ്റെ ദൈവമേ, ഞാൻ മനുഷ്യന് അല്ല പുഴുവത്ര എന്ന് പറയുമ്പോൾ അവനെ തന്നെ നിസ്സാരവൽക്കരിക്കുക മാത്രമല്ല, അവൻ അനുഭവിച്ച നൊമ്പരങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേറൊരു തലത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഞാൻ പുഴുവാണ്. പുഴുവാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിരിയണം, വളരണം, പറക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ പുഴുവായി മാറിയാലും അതിനപ്പുറമായ ചില തലങ്ങളിലേക്ക് കൂടി എത്തണം. ഒരു ശലഭത്തെ പോലെ ആകണം. അതായത് ഞാൻ മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട് ഓടി നടന്നു,
ചില സമയങ്ങളിലൊക്കെ ചിലതിൽ നിന്ന് മാറിയിരുന്നേ പറ്റത്തുള്ളൂ, നിശബ്ദനായിരുന്നേ പറ്റത്തുള്ളൂ. പറക്കുവാൻ ശേഷി തരുന്ന, ശക്തീകരിക്കുന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതിന് പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകണം. ഞാൻ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. എൻ്റെ ദൈവമേ, ഞാൻ മനുഷ്യനല്ല, പുഴുവത്രേ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ മനുഷ്യനായിരിക്കുകയാണ്. മനുഷ്യൻ ജീവിക്കുമ്പോൾ മണ്ണിൻ്റെ മുകളിലാണ്, പുഴുവിൻ്റെ മുകളിൽ ചവിട്ടിപ്പോകും. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണ് നമ്മുടെ മുകളിൽ വീഴും. പുഴുക്കൾ ശരീരം മൊത്തം ആവരണം ചെയ്യും, കൃമികീടങ്ങൾ ശരീരം തിന്നു തീർക്കും. അതെ, മനുഷ്യനല്ല, പുഴുവത്രേ എന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ കടന്നു വരുവാനുള്ള വഴുത്താരെക്കുറിച്ച്, അല്പത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എല്ലാം നഷ്ടമാകും, എല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്, സ്ഥിരമായിട്ടൊന്നുമില്ല. ഞാൻ കൃമികീടത്തിനിരയായിത്തീരും. ഭൗതികമായി ഞാൻ കൃമികീടത്തിനിരയായി തീർന്നാലും, ഒരു പുഴുവിനിരയായി തീർന്നാലും ദൈവമേ എന്നെ കൈവിടല്ലേ. കാരണം ഈ മനുഷ്യനെന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന എനിക്ക് ഒരു പുതിയ രൂപം കിട്ടണം, ഒരു പുതിയ ശക്തി കിട്ടണം. അതാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. പഴുഴിയിലുയരും ശൂശാന പൂക്കൾ, വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടും പോൽ, ആദാമക്കൾക്കായി റുക്കുദിശാനീതാ, വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. അതേ പ്രിയമുള്ളവരെ, ഞാൻ മനുഷ്യനെന്നുള്ള അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ മകനെന്നുള്ള ആത്മമനുഷ്യനെന്നുള്ള അവസ്ഥയിലേക്കും യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ, മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്നതിനും തന്നെ എന്ന വേദവാക്യത്തിൻ്റെ വിവിധ ചിന്തകളാണ് നമ്മൾ അല്പസമയം ചിന്തിച്ചത്. തീർച്ചയായിട്ടും മനുഷ്യനെക്കുറിച്ച് തിരിച്ചറിയുവാനും, മനുഷ്യൻ്റെ മൂല്യമെന്തെന്ന് മനസ്സിലാകുവാനും, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുവാനും, ഒരുവനെ മനുഷ്യനാക്കി ശക്തനാക്കി നിലനിർത്തുവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ധ്യാനിക്കുവാനും, അതോടൊപ്പം തന്നെ പുഴുവായിത്തീരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ശലഭമായി തീരുവാൻ എന്തൊക്കെ ചെയ്യണമെന്നുമൊക്കെ നമ്മൾ ധ്യാനിച്ചു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.